നമസ്കാരം. മറയൂരിലെ പെട്ടിക്കടകളുടെ ബാഹുല്യം കുറയ്ക്കാനും പാതയോരങ്ങളിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും ഉടൻ നടപടികൾ ആരംഭിക്കുമെന്ന് മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മറയൂർ പ്രദേശത്തെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു പൊതു തീരുമാനം എടുത്തിരുന്നു. മറയൂരിലെ നിയമപരമല്ലാത്ത ലോഡ്ജുകൾ, അതുപോലെ സ്ഥാപനങ്ങൾ ലൈസൻസ് എടുക്കുന്നതിനെ സംബന്ധിച്ചും, അതോടൊപ്പം തന്നെ മറയൂർ പ്രദേശത്തെ വാഹനങ്ങൾക്ക് നമ്പർ കൊടുക്കുന്നതിനെ സംബന്ധിച്ചും, അതുപോലെ ഈ വാഹനങ്ങളിൽ കൊണ്ടു നടന്ന് വ്യാപാരം നടത്തുന്നവരെ നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ചും, മറയൂരിലെ പെട്ടിക്കടകളുടെ ബാഹുല്യം കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചും അങ്ങനെ ഒരു 3-4 കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുത്തിരുന്നു. അതിൽ 2 മീറ്റിങ്ങുകൾ കഴിഞ്ഞു. ഇന്ന് പെട്ടിക്കടകൾ സ്ഥാപിച്ചിരിക്കുന്ന ആളുകളുടെ മീറ്റിംഗ് പോലീസ്, PWD, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കൂടി സംയുക്തമായി വിളിച്ചിരുന്നു. ആ വിളിച്ചതിൻ്റെ തീരുമാനങ്ങൾ ഇതാണ്. നിലവിൽ മറയൂരിൽ ഏതാണ്ട് 103 പെട്ടിക്കടകളാണ് മറയൂർ പഞ്ചായത്തിൻ്റെ പൊതുനിരത്തുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കാൽനടക്കാർക്കും മറ്റ് വാഹനങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നത് അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനും പെട്ടിക്കടകൾ കൊണ്ട് ഉപജീവന മാർഗം മാത്രമായി ജീവിക്കുന്ന ആളുകൾക്ക് നിലവിലെ നിയമത്തിനുള്ളിൽ നിന്നും വീല് ഘടിപ്പിച്ച് മറ്റ് ഏച്ചുകെട്ടലുകളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഇല്ലാത്തത് പരിശോധിച്ച് വികലാംഗരുണ്ടാവും, രോഗികളായുണ്ടാവും, വിധവകളുണ്ടാവും, അങ്ങനെയുള്ള പരിഗണിക്കേണ്ട ആളുകളെ മാത്രം പരിഗണിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി അടുത്ത ദിവസം കൂടി അതിൻ്റെ ഒരു ഡാറ്റ ശേഖരിച്ചുകൊണ്ട് അത് അനുവദിക്കാൻ കഴിയുന്നതാണെങ്കിൽ നിയമപരമായ രീതിയിൽ അതിൻ്റെ വീട് ഘടിപ്പിച്ചത്, അതായത് നിലവിൽ എടുത്തു മാറ്റേണ്ടത് ഒന്നാണെങ്കിൽ എടുത്തു മാറ്റി വീണ്ടും കൊണ്ട് തിരിച്ച് സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പെട്ടിക്കടകൾ മൊത്തം സ്ഥാപിക്കുന്നതിനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 103 കടയിൽ ഏതാണ്ട് 75ഓളം ആളുകൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. മീറ്റിങ്ങിൽ പഞ്ചായത്തും PWDയും പോലീസും നിർദ്ദേശിക്കുന്ന ആ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്നുള്ളൊരു ഉറപ്പിൻ്റെ മേലിലാണ് ഇന്ന് യോഗം അവസാനിച്ചത്. തീർച്ചയായിട്ടും മറയൂരിലെ പാതയോരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ കടകൾ ഒരു യൂണിറ്റിയായി സ്ഥാപിച്ചുകൊണ്ട് മറ്റ് മാർഗ തടസ്സമില്ലാതെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാൻ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനമായി പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് പോകുന്നതാണ്. യോഗ തീരുമാനങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് സെക്രട്ടറി അഖിൽ PM വിശദീകരിച്ചു. ഫുട്പാത്തിന്റെ മുകളിൽ വെച്ചിട്ടുള്ള അവിടെയുള്ള മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും അവിടെ നിന്ന് മാറ്റേണ്ടി വരും. പുതിയൊരു സ്ഥലം പഞ്ചായത്ത് കമ്മിറ്റി കണ്ടെത്തി തരും. ഞാൻ പറഞ്ഞത്, നമുക്ക് കുറെ ഫ്രൂട്ട്സ് കടകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. ബസ് സ്റ്റാൻഡിന് സമീപത്തായി ഫോറസ്റ്റിലെ വിലായത്ത് ബുദ്ധ ഫോറസ്റ്റ് സ്റ്റോറിന് ഫ്രണ്ടിലായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ ഫുട്പാത്തിന് മുകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും നമുക്ക് അവിടുന്ന് മാറ്റേണ്ടി വരും. നമുക്ക് ഗുരുതരമായിട്ടുള്ള കുറച്ച് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് പള്ളിയിൽ നിന്ന് നമുക്കൊരു പരാതി ലഭിച്ചിട്ടുണ്ട്. പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് അവരുടെ അനുവാദം ചോദിക്കാതെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് വഴിയോരെ തന്നെ നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സെന്റ് മേരീസ് പള്ളിയുടെ സ്കൂളിന്റെ സെന്റ് മേരീസ് സ്കൂളിന്റെ ഫ്രണ്ടിലും. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു പെട്ടിക്കട തുടങ്ങാൻ ഒരു അപ്ലിക്കേഷൻ തരികയാണെങ്കിൽ ഏത് വീടിന്റെ ഫ്രണ്ടിലാണോ ഇത് സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലാണോ ഇത് സ്ഥാപിക്കുന്നത്, ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ വീട്ടുടമസ്ഥന്റെ ഒരു കൺസെന്റ് കൂടി, ഒരു സമ്മതം കൂടി വാങ്ങിയതിനു ശേഷം മാത്രമേ ഈ പറയുന്ന സ്ഥലത്ത് നമുക്ക് പുതിയ കച്ചവട സ്ഥാപനങ്ങൾ, പെട്ടിക്കടകൾ നമുക്ക് വെക്കാൻ അനുവാദം തരാൻ പറ്റുകയുള്ളൂ. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികളും വിവിധ സംഘടനാ നേതാക്കളും പോലീസ്, പൊതുമരാമത്ത് വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.